സ്പേസ് അഥവാ ബഹിരാകാശം എന്നത് വിശാലവും നിഗൂഢവും വലിയ തോതിൽ പര്യവേഷണം ചെയ്യപ്പെടാത്തതുമാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ടെന്ന് പറഞ്ഞാലും യൂണിവേഴ്സ് ഇപ്പോഴും അതിൻ്റെ രഹസ്യങ്ങൾ മൂടിവെച്ചിരിക്കുകയാണ്. ഗാലക്സികളെ രൂപപ്പെടുത്തുന്ന ഇൻവിസിബിൾ ഫോഴ്സസ് മുതൽ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റിൻ്റെ വിചിത്രമായ ആക്ഷൻസ് വരെ സയൻറ്റിസ്റ്റുകളെ പോലും അമ്പരപ്പിക്കുന്ന സ്പേസിൻ്റെ 10 അൺസോൾവ്ഡ് മിസ്റ്ററീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദി ഡയറി ഓഫ് രാജു. നമ്പർ 1, സ്പേസ് റോർ. സ്പേസ് അഥവാ ബഹിരാകാശം നിശബ്ദമായിരിക്കണം, അല്ലേ? പക്ഷേ ശാസ്ത്രജ്ഞർ സ്പേസ് റോർ എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം കണ്ടെത്തി. അത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നാണ്. 2006 ഒരു നാസ ദൗത്യം സ്പേസിൽ നിന്ന് വരുന്ന ഒരു വിചിത്രവും ഉച്ചത്തിലുള്ളതുമായ സിഗ്നൽ കണ്ടെത്തി. അതും പ്രതീക്ഷിച്ചതിലും 6 മടങ്ങ് ഉച്ചത്തിലുള്ള സിഗ്നൽ. ശരിക്കും ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് നക്ഷത്രങ്ങളിൽ നിന്നോ ഗാലക്സികളിൽ നിന്നോ നമുക്കറിയാവുന്ന എന്തിൽ നിന്നോ വരുന്നതായിരുന്നില്ല. സ്പേസ് ഒരു വാക്വമാണ്. അപ്പോൾ അവിടെ ഒരു ശബ്ദം എങ്ങനെ ഉണ്ടാകും? നമ്മൾ അത് എങ്ങനെ കേൾക്കും? ഇത് സാധാരണ ശബ്ദമല്ല, പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് എടുത്ത ശക്തമായ റേഡിയോ സിഗ്നലാണ്. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. അത് ആൻഷ്യൻ പ്രൈമോഡിയൽ ഗ്യാസോ അൺനോൺ റേഡിയോ ഗാലക്സികളോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ സങ്കല്പിക്കാത്തതോ ആകാം. എന്താണ് ഈ അലർച്ചയ്ക്ക് പിന്നിൽ? ഇത് പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു സിഗ്നലാണോ, അതോ മറ്റെന്തെങ്കിലുമോ? ഇപ്പോഴും ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിഗൂഢമായി തന്നെ തുടരുന്നു. 2, ഡാർക്ക് മാറ്റർ. യൂണിവേഴ്സിൻ്റെ ഭൂരിഭാഗവും കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രപഞ്ചത്തിൻ്റെ മാസിൻ്റെയും എനർജിയുടെയും 27% വരുന്ന ഒരു മിസ്റ്റീരിയസ് സബ്സ്റ്റൻസ് ആണ് ഡാർക്ക് മാറ്റർ. ഇത് എങ്ങനെയാണ് ഇൻവിസിബിൾ ആയത്? സാധാരണ മാറ്റർ അഥവാ ദ്രവ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡാർക്ക് മാറ്റർ പ്രകാശം പുറപ്പെടുവിക്കുകയോ ആഗിരണം ചെയ്യുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതിനാലാണ് നമുക്കത് കാണാൻ കഴിയാത്തത്. എന്നാൽ യൂണിവേഴ്സിലെ അതിൻ്റെ ഇഫക്ട്സ് കൊണ്ട് അത് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗാലക്സികൾ എടുത്താൽ എഡ്ജസ് ഓർബിറ്റിലുള്ള സ്റ്റാർസ് വേഗത്തിൽ പരിക്രമണം ചെയ്യുന്നു. അവരെ വലിക്കുന്ന ആ അദൃശ്യമായ എന്തോ ഒന്നാണ് ഡാർക്ക് മാറ്റർ. യൂണിവേഴ്സ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് മാറ്റർ ആണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും അതിൻ്റെ രഹസ്യങ്ങൾ പിന്തുടരുകയാണ്. 3, ഡാർക്ക് എനർജി. യൂണിവേഴ്സ് ഓരോ സെക്കൻഡിലും വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനായി യൂണിവേഴ്സിൻ്റെ മൊത്തം എനർജിയുടെ ഏകദേശം 68% വേണ്ടിവരും. ഈ എനർജിയെയാണ് ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നത്. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്നാൽ ഗ്രാവിറ്റി എല്ലാം ഒരുമിച്ച് വലിക്കുന്ന സമയത്ത് ഡാർക്ക് എനർജി അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതായത് കോസ്മിക് ആൻറ്റി ഗ്രാവിറ്റി പോലെ ഡാർക്ക് എനർജി ഗാലക്സികളെ അകറ്റുന്നു. ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനത്തിന് ശേഷം യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ മന്ദഗതിയിലായി. എന്നാൽ ഏതാനും ബില്യൺ വർഷങ്ങൾക്ക് ശേഷം അത് പെട്ടെന്ന് വേഗത്തിലായി. അതിന് കാരണമായത് ഡാർക്ക് എനർജിയാണ്. ഐൻസ്റ്റീൻ്റെ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് പോലെ ഡാർക്ക് എനർജി സ്പേസിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. അല്ലെങ്കിൽ ക്വിൻറ്റസെൻസ് എന്ന നിഗൂഢമായ ഒരു പുതിയ എനർജി ഫീൽഡായിരിക്കാം. എന്നാൽ ഇത് ആർക്കും കൃത്യമായി അറിയില്ല. ഡാർക്ക് എനർജി പ്രപഞ്ചത്തിൻ്റെ വിധിയെ നിയന്ത്രിക്കുന്നു. പക്ഷേ അത് ഇപ്പോഴും ഫിസിക്സിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നാണ്. നമ്പർ 4, ആൻറ്റി മാറ്റർ. പ്രപഞ്ചത്തിലെ എല്ലാ പാർട്ടിക്കിൾസിനും ഒരു ഈവിൾ ട്വിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. ഇതാണ് ആൻറ്റി മാറ്റർ. ഇത് സാധാരണ മാറ്റർ അഥവാ ദ്രവ്യം പോലെ തന്നെയാണ്, പക്ഷേ അതിനുള്ളത് ഓപ്പോസിറ്റ് ചാർജാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, എന്നാൽ ഒരു ആൻറ്റി പ്രോട്ടോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ഇത് ബാധകമാണ്. മാറ്ററും ആൻറ്റി മാറ്ററും കണ്ടുമുട്ടുമ്പോൾ അവ പരസ്പരം ഉന്മൂലനം ചെയ്യപ്പെടുകയും പ്യുവർ എനർജി പുറപ്പെടുവിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിലെ ഏറ്റവും എഫിഷ്യൻ്റ് എനർജി റിലീസാണിത്, ഒരു ന്യൂക്ലിയർ റിയാക്ഷനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ ആൻറ്റി മാറ്ററുകളൊക്കെ എവിടെയാണ്? അതിനും പിന്നിൽ ഒരു ബിഗ് മിസ്റ്ററി ഉണ്ട്. പ്രപഞ്ചം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ തുല്യ അളവിലുള്ള ദ്രവ്യവും പ്രതിദ്രവ്യവും, അതായത് മാറ്ററും ആൻറ്റി മാറ്ററും ഉണ്ടായിരുന്നിരിക്കണം.
എന്നാൽ എന്തോ ചില കാരണങ്ങളാൽ മാറ്റർ വിജയിക്കുകയും ആന്റി മാറ്റർ ഏതാണ്ട് കംപ്ലീറ്റ്ലി വാനിഷ് ആവുകയും ചെയ്തു. ഇന്ന് നമ്മൾ പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സിൽ ആന്റി മാറ്റർ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ റയറും അവിശ്വസനീയമാം വിധം എക്സ്പെൻസീവുമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ വെറും 1 ഗ്രാം ആന്റി മാറ്ററിന് ദിവസങ്ങളോളം ഒരു സിറ്റിക്കുള്ള എനർജി നൽകാൻ കഴിയും. അപ്പോൾ ഈ ആന്റി മാറ്ററുകളൊക്കെ എവിടെ പോയി? അത് ഇപ്പോഴും ഫിസിക്സിലെ ഏറ്റവും വലിയ പസിലുകളിൽ ഒന്നാണ്. നമ്പർ 5, ഫെർമി പാരഡോക്സ്. പ്രപഞ്ചത്തിൽ ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളുണ്ടായിട്ടും നമ്മൾ ഇതുവരെ അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലെ രഹസ്യമാണ് ഫെർമി പാരഡോക്സ്. ഇതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. നിരവധി ഗ്രഹങ്ങൾ ഉള്ളതിനാൽ ചിലർക്കെങ്കിലും നമ്മളെ ബന്ധപ്പെടാൻ കഴിയുന്നത്ര പുരോഗതി ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ എവിടെയാണ്? ഈ വിരോധാഭാസം അഥവാ പാരഡോക്സ് പരിഹരിക്കാൻ ശാസ്ത്രജ്ഞർ വൈൽഡ് തിയറീസ് കൊണ്ടുവന്നു. നമ്മൾ ഒറ്റയ്ക്കാണ്, അതായത് ലൈഫ് വളരെ അപൂർവമാണ് എന്നവർ പറഞ്ഞു. അവർ നമ്മെ അവഗണിക്കുകയാണ്. നമുക്കും അവരെ വേണ്ടത്ര താല്പര്യമില്ല. അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു കോസ്മിക് സൂവിലെ മൃഗങ്ങളെ പോലെ ആയിരിക്കാം. അവർ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ശാസ്ത്രജ്ഞരുടെ തിയറീസ്. അപ്പോൾ ശരിക്കും ഏലിയൻസ് ഉണ്ടോ? അവർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടോ? അതോ നമ്മൾ യഥാർത്ഥത്തിൽ തനിച്ചാണ്? നിങ്ങളുടെ തിയറീസ് കമൻറ്റ് ചെയ്യൂ. നമ്പർ 6, ബ്ലാക്ക് ഹോൾ. പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലം സങ്കല്പിക്കുക. അതാണ് ബ്ലാക്ക് ഹോൾ അഥവാ തമോദ്വാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകവും ആകർഷകവുമായ വസ്തുക്കളിൽ ഒന്നാണ് ബ്ലാക്ക് ഹോൾ. ഭീമാകാരമായ നക്ഷത്രങ്ങൾ അവയുടെ ഗുരുത്വാകർഷണത്തിന് കീഴിൽ കൊളാപ്സ് ആവുമ്പോൾ ബ്ലാക്ക് ഹോൾസ് രൂപം കൊള്ളുന്നു. ഫിസിക്സിന്റെ എല്ലാ ലോസും തകർത്തുകൊണ്ട് ഈ ബ്ലാക്ക് ഹോൾസിന്റെ മാസ് സിംഗുലാരിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരൊറ്റ ബിന്ദുവിലേക്ക് സ്ക്വീസ് ചെയ്യപ്പെടുന്നു. ബ്ലാക്ക് ഹോൾസിന് ചുറ്റും ഇവന്റ് ഹൊറൈസോൺ ഉണ്ട്. ഇതിനെ വിളിക്കുന്നത് ദ പോയിന്റ് ഓഫ് റിട്ടേൺ എന്നാണ്. അത് ക്രോസ് ചെയ്താൽ ലൈറ്റിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു ബ്ലാക്ക് ഹോളിന് സമീപം എക്സ്ട്രീം ഗ്രാവിറ്റി കാരണം സമയം മന്ദഗതിയിലാകുന്നു. അവിടെ കുറച്ച് മിനിറ്റ് ചെലവഴിച്ചാൽ ഭൂമിയിൽ വർഷങ്ങൾ കടന്നുപോകും. 2019 ഒരു ബ്ലാക്ക് ഹോളിന്റെ ആദ്യത്തെ ചിത്രം ലഭിച്ചത്. നിഴൽ നിറഞ്ഞ ഒരു ഇവന്റ് ഹൊറൈസോണിന് ചുറ്റും വാതകത്തിന്റെ തിളങ്ങുന്ന വളയം. എന്നാൽ ബ്ലാക്ക് ഹോൾസ് കാര്യങ്ങൾ വലിച്ചെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ ശക്തമായ ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് കോസ്മിക് മോൺസ്റ്റേഴ്സ് ആണോ, അതോ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിനുള്ള കീസ് ആണോ? നമ്പർ 7, ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. 2 അതിലധികമോ പാർട്ടിക്കിൾസ്, അവ എത്ര അകലെയാണെങ്കിലും ഒന്നിൻ്റെ അവസ്ഥ ഇൻസ്റ്റന്റ്ലി തന്നെ രണ്ടാമത്തേതിൻ്റെ അവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. ഉദാഹരണത്തിന്, തിരുവനന്തപുരത്ത് ഫ്ലിപ്പ് ചെയ്ത ഒരു കോയിനും കാസർഗോഡ് ഫ്ലിപ്പ് ചെയ്ത ഒരു കോയിനും എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ പതിക്കുന്ന അവസ്ഥ. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1, സൂപ്പർ പൊസിഷൻ. ഒരേ സമയം ഒന്നിലധികം സാധ്യമായ അവസ്ഥകളിൽ പാർട്ടിക്കിൾസ് നിലവിലുണ്ട്. 2, ഇൻസ്റ്റന്റ് കണക്ഷൻ. നിങ്ങൾ ഒരു പാർട്ടിക്കിളിനെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ എൻടാങ്കിൾഡ് പാർട്ട്ണർ ഇൻസ്റ്റന്റ്ലി തന്നെ ഒരു മാച്ചിങ് സ്റ്റേറ്റ് സ്വീകരിക്കുന്നു, അതിനി അവ എത്ര ലൈറ്റ് ഇയേഴ്സ് അകലത്തിലാണെങ്കിലും. 3, നോ സ്പീഡ് ലിമിറ്റ്. ഈ 2 പാർട്ടിക്കിൾസിനിടയിൽ ഒരു സിഗ്നലും സഞ്ചരിക്കുന്നില്ല. അതിനാൽ ഇത് ലൈറ്റ് റൂളിന്റെ സ്പീഡ് ലംഘിക്കുന്നില്ല. ഐൻസ്റ്റൈൻ ഇതിനെ വിളിച്ചത് അകലത്തിൽ നടക്കുന്ന ഭയാനകമായ പ്രവർത്തനം എന്നാണ്. ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും നിഗൂഢവും ഗഹനവുമായ ആശയങ്ങളിലൊന്നാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാനും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം പുനർരൂപകൽപ്പന ചെയ്യാനും ഇതിന് കഴിയും. നമ്പർ 8, കോസ്മിക് റേസ്. ഓരോ സെക്കൻഡിലും ഏതാണ്ട് പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അവയെ കോസ്മിക് റേസ് എന്ന് വിളിക്കുന്നു. അവ പ്രപഞ്ചത്തിലെ മോസ്റ്റ് എക്സ്ട്രീം പ്ലേസസിൽ നിന്നാണ് വരുന്നത്. മോസ്റ്റ്ലി പ്രോട്ടോൺസ് ആയിട്ടുള്ള കോസ്മിക് റേസ് ഹൈ എനർജി പാർട്ടിക്കിൾസ് ആണ്. ഇവ പുറത്തേക്ക് വരുന്നത് എക്സ്പ്ലോഡിംഗ് സൂപ്പർനോവ, കൊളൈഡിംഗ് ന്യൂട്രോൺ സ്റ്റാർസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് എന്നിവയിലൂടെയാണ്. അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ അവ നമ്മുടെ മേലേക്ക് പതിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ അറ്റ്മോസ്ഫിയർ മിക്കതിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. കോസ്മിക് റേസ് പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവ വെറും സ്പേസ് ട്രിവിയ മാത്രമല്ല,
അവ സാറ്റലൈറ്റ്സിനെ തകരാറിലാക്കും, ഇലക്ട്രോൺസിൽ കുഴപ്പമുണ്ടാക്കും, ആസ്ട്രോണറ്റ്സിൽ ജനറ്റിക് മ്യൂട്ടേഷൻസ് വരുത്താൻ പോലും അതിന് കഴിയും. എക്സ്ട്രീം കോസ്മിക് ഇവൻസും പ്രപഞ്ചത്തിന്റെ ഉത്ഭവവും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ കോസ്മിക് റേസ് പഠിക്കുന്നു. രസകരമായ വസ്തുത എന്തെന്നാൽ ഏറ്റവും വേഗതയേറിയ കോസ്മിക് റേസ് നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന എന്തിനേക്കാളും എനർജറ്റിക് ആണ്. അപ്പോൾ കോസ്മിക് റേസ് ഒരു ത്രെട്ടാണോ അതോ പ്രപഞ്ച രഹസ്യങ്ങൾക്കുള്ള സൂചനയാണോ? നമ്പർ 9, മൾട്ടിവേഴ്സ്. ഒരു യൂണിവേഴ്സ് മാത്രമല്ല, അതിൻ്റെ ഇൻഫിനിറ്റ് വേർഷൻസ് ഉണ്ടാകാം എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആശയമാണ് മൾട്ടിവേഴ്സ്. മൾട്ടിവേഴ്സ് സൂചിപ്പിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ് പലതിൽ ഒന്ന് മാത്രമാണെന്നാണ്. പാരലൽ യൂണിവേഴ്സ് ഉണ്ടാകാമെന്നതാണ് ഈ കോൺസെപ്റ്റ്. ബബിൾ യൂണിവേഴ്സ് തിയറി അനുസരിച്ച് ഓരോ പ്രപഞ്ചവും ഒരു വലിയ കോസ്മിക് ഫോമിലെ ഒരു ബബിൾ അഥവാ കുമിളയാണ്. ക്വാണ്ടം മെനി വേൾഡ്സ് എന്ന തിയറി അനുസരിച്ച് ഓരോ തീരുമാനവും ഒരു സ്പ്ലിറ്റ് റിയാലിറ്റിയെ സൃഷ്ടിക്കുന്നു. ഇതുവരെയും നമുക്ക് മറ്റ് പ്രപഞ്ചങ്ങളെ കാണാനോ സ്പർശിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മൾട്ടിവേഴ്സ് എന്നത് യഥാർത്ഥമാണോ അതോ ഊഹാപോഹമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻസിലിടും. നമ്പർ 10, ദ ബിഗ് ക്രഞ്ച്. യൂണിവേഴ്സ് എങ്ങനെയാവും അവസാനിക്കുക എന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു തിയറിയാണ് ദ ബിഗ് ക്രഞ്ച്. ഈ തിയറി അനുസരിച്ച് എല്ലാം ഒരുമിച്ച് ക്രാഷ് ആകും. ഇപ്പോൾ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് മന്ദഗതിയിലാകാൻ തുടങ്ങിയാലോ? ആത്യന്തികമായി ഗ്രാവിറ്റിക്ക് ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും എന്തിന് പ്രകാശത്തിനെ പോലും ഒരൊറ്റ ബിന്ദുവിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. ബിഗ് ക്രഞ്ചിൽ എല്ലാ ദ്രവ്യവും ഊർജവും ഒരു ഇൻക്രെഡിബിളി ഡെൻസ് സ്റ്റേറ്റിലേക്ക് കൊളാപ്സ് ആവും. ഒരുപക്ഷെ നമുക്ക് അറിയാവുന്നതുപോലെ ഒരു പുതിയ മഹാവിസ്ഫോടനം, അതായത് ബിഗ് ബാങ് സൃഷ്ടിക്കുകയോ സമയത്തിന്റെ അന്ത്യത്തിന് കാരണമാവുകയോ ചെയ്യും. ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഈ ബിഗ് ക്രഞ്ച് പ്രപഞ്ചത്തിന്റെ ഡെൻസിറ്റിയെയും ഗ്രാവിറ്റിയുടെ സ്ട്രെങ്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. ആവശ്യത്തിന് മാസ് അഥവാ പിണ്ഡമുണ്ടെങ്കിൽ ഗ്രാവിറ്റിക്ക് എക്സ്പാൻഷനെ മറികടക്കാൻ കഴിയും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് എനർജി പ്രപഞ്ചത്തിന്റെ വളർച്ചയെ വേഗത്തിലാക്കുന്നു. ഇത് ബിഗ് ക്രഞ്ചിന്റെ സാധ്യത കുറയ്ക്കുന്നു. അതിനാൽ പ്രപഞ്ചം എന്നേക്കുമായി വികസിച്ചുകൊണ്ടേയിരിക്കുമോ അതോ ഒടുവിൽ അത് ബിഗ് ക്രഞ്ചിൽ തകരുമോ? പ്രപഞ്ചത്തിന്റെ വിധി എന്തായിരിക്കും എന്നുള്ള നിങ്ങളുടെ അനുമാനങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇവയാണ് ടോപ്പ് 10 അൺസോൾവ്ഡ് മിസ്റ്ററീസ് ഓഫ് സ്പേസ്. ഈ പസിലുകൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാൻ കാത്തിരിക്കുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.